ഓക്കെ, നമ്മൾ ഇത്രയും നാൾ പഠിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ പഠിക്കുമ്പോൾ വരും. കേവ് ആർക്കിടെക്ചറിൻ്റെ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുമ്പോൾ വരും. ഒറിജിൻ ഓഫ് കേവ് ആർക്കിടെക്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ ഹിസ്റ്റോറിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യം സ്റ്റോൺ ഏജ്, പ്രീ ഹിസ്റ്റോറിക്ക്. നമ്മൾ നേരത്തെ ഓർമ്മ ഉണ്ടല്ലോ, പ്രീ ഹിസ്റ്റോറിക്ക്, സ്റ്റോൺ ഏജ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു. സ്റ്റോൺ ഏജ് പഠിച്ചു, ഇൻഡസ് വാലി പഠിച്ചു. ഓക്കെ, വേദിക്ക് എൻ്റെ ആര്യ, മൗര്യ, പോസ്റ്റ് മൗര്യ, ഗുപ്ത, പോസ്റ്റ് ഗുപ്ത. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ള റോക്ക് കട്ട് കേവ്സിനെ പറ്റി, ആർക്കിടെക്ചറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയോട്ട് തുടങ്ങാം. പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് സ്റ്റോൺ ഏജ് എടുക്കാം. സ്റ്റോൺ ഏജ്, പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ നമ്മൾ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഒറിജിന് മുതൽ ഒരു 1000 BCE വരെ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയും. ഓക്കെ, ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നാച്ചുറൽ കേവ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ കേവ്സ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് നാച്ചുറൽ കേവ്സ്. ഇതൊരു മാൻ മെയ്ഡ് കേവ്സ് അല്ല. ഇത് മാൻ മെയ്ഡ് കേവ്സ് അല്ല. കനോട്ട് ബി കൺസിഡർ മാൻ മെയ്ഡ് കേവ്സ് ആർക്കിടെക്ചർ. ഇതൊരിക്കലും മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറായിട്ട് കൺസിഡർ ചെയ്യാറില്ല. മാൻ മെയ്ഡ് കേവ്സ് അല്ല, അതുകൊണ്ട് ഇതൊരു മാൻ മെയ്ഡ് ആർക്കിടെക്ചറായിട്ടും കൺസിഡർ ചെയ്യാറില്ല. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ യൂസ്ഡ് ആസ് എന്താണ്? റോക്ക് ഷെൽട്ടർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു റോക്ക് ഷെൽട്ടർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ റോക്ക് ഷെൽട്ടേഴ്സിൽ എന്തുണ്ട്? പെയിന്റിങ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പെയിന്റിങ്സ് ആർ ഫൗണ്ട് ഓൺ ദിസ് റോക്ക് കേവ്സ്. ഓക്കെ, റോക്ക് കട്ട് കേവ്സ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പെയിന്റിങ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെയിന്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ആ പീരീഡിൽ അറിയാൻ പറ്റും. ആ പീരീഡിലെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് നമുക്ക് ഈ റോക്കറ്റ് നിന്ന് കിട്ടിയ പെയിന്റിങ്സിനെ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പെയിന്റിങ്സ് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം. പാലിയോലിത്തിക് പെയിന്റിങ്സ്, പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ഓക്കെ, ചാൽക്കോലിത്തിക്, അയൺ ഏജ്, അത് നമുക്കില്ല, ഈ പറഞ്ഞുള്ളൂ. അപ്പം ഈ കാലഘട്ടത്തിലൊക്കെ പെയിന്റിങ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പെയിന്റിങ്സ് എന്ന് പറയുന്നത് ഈ മീസോലിത്തിക്, അതായത് ഈ ഇന്റർമീഡിയറ്ററി ആയിട്ടുള്ളതാണ്. അതായത് പാലിയോലിത്തിക്കിനും നിയോലിത്തിക്കിനും ഇന്റർമീഡിയറ്ററി ആയിട്ടുള്ള കാലഘട്ടത്തിലുള്ളതാണ്. ഓക്കെ, ആ കാലഘട്ടത്തിലാണ് ഒരുപാട് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ പെയിന്റിങ്സിന് കളർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഗേരുവ എന്ന് പറയുന്ന ഒരു കളർ, അതേ കണക്കിന് വൈറ്റ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രൈമറി കളേഴ്സായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഗേരുവ ആൻഡ് വൈറ്റ്, ഇതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെയിന്റിങ്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയുള്ള സോഴ്സസ് ആയിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു ഇതിനെ പറ്റിയുള്ള സോഴ്സസ് ആയിരുന്നു ഈ പെയിന്റിങ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് റോക്കറ്റ് കേവ്സിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പെയിന്റിങ്സ് എന്നൊക്കെ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയുള്ള ഒരു സോഴ്സ് ആയിരുന്നു. നമുക്കൊരു ഉറവിടമായിരുന്നു അതിനെ പറ്റിയുള്ള. അപ്പോൾ നമുക്ക് ആ പെയിന്റിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഹണ്ടിങ് നടത്തിയിട്ടുണ്ട്, ഗാദറിങ് നടത്തിയിട്ടുണ്ട്, വേട്ടയടക്കവും ശേഖരണവും കാര്യങ്ങളും. ഓക്കെ, പിന്നെ അവർ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേ കണക്കിന് അവർ കേവിൻ്റെ വാൾസിലൊക്കെ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെൻസും വുമൻസും ഒരുമിച്ച് വേട്ടയാടാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ബോത്ത് ടുഗദർ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും? ആ പെയിൻറ്റിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പെയിൻറ്റിങ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഭീംബേട്ക നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ UP-യുടെയൊക്കെ വന്നിട്ട് ഒരു സൗത്ത് പാർട്ടി എന്നൊക്കെ, ഓക്കെ, മധ്യപ്രദേശ് UP-യുടെ ഒരു സൗത്ത് പാർട്ടി എന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബുഡ്സ ഹോം എന്ന സ്ഥലമുണ്ട്, ബുഡ്സ ഹോം ഇത് ശ്രീനഗർ. അവിടെ നിന്ന് ഹണ്ടിങ്ങിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഹണ്ടിങ്ങിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ
കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഭീംബേട്കയെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഭീംബേട്കയിൽ നിന്ന് പാലിയോലിത്തിക് കാലഘട്ടത്തിലെ പെയിന്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട്, മീസോലിത്തിക് കാലഘട്ടത്തിലെ പെയിന്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട്, നിയോലിത്തിക് കാലഘട്ടത്തിലെ പെയിന്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൂടുതലെന്ന് പറയുന്നത് മീസോലിത്തിക് കാലഘട്ടത്തിലെ പെയിന്റിംഗ് ആണ് ഈ ഭീംബേട്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ബുഡ്സാ ഹോം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഹണ്ടിങ്ങിനെ പറ്റിയുള്ള പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ, അതായത് സ്റ്റോൺ ഏജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സ്റ്റോൺ ഏജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്തിരിക്കുന്ന കേവ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ കേവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാൻ മെയ്ഡ് ആർക്കിടെക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരെന്ത് ചെയ്യുന്നത്, കേവ്സ് ഉണ്ടാക്കിയിട്ടില്ല, അവർ നാച്ചുറൽ കേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തിനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്, റോക്ക് ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുണ്ട്, മീസോലിത്തിക് പെയിന്റിങ്സ്, പാലിയോലിത്തിക് പെയിന്റിങ്സ്, നിയോലിത്തിക് പെയിന്റിങ്സ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ പെയിന്റിങ്സ് എന്ന് പറയുന്നത് മീസോലിത്തിക് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ജീവിതത്തെ പറ്റിയുള്ള, ലൈഫ് സ്റ്റൈലിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ ഹണ്ടിങ് നടത്തിയിരുന്നു, ഗ്യാതറിങ് നടത്തിയിരുന്നു, അവർ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിരുന്നു, അതേ കണക്കിന് അവർ കേവ് വാൾസിൽ പെയിന്റിങ് ചെയ്തിരുന്നു. അതേ കണക്കിന് അവർ ഇതാരാണ് ഇത് പ്രധാനമായിട്ട് പിന്നെ ഈ മെൻസും വുമൻസും അവർ ഒരുമിച്ച് വേട്ടയാടപ്പെട്ടിരുന്നു. ഓക്കെ, ആ കാലഘട്ടത്തിൽ അവർക്ക് ഒരുമിച്ച് വേട്ടയാടാൻ പുറപ്പെട്ടിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത് പെയിന്റിങ്സ് പ്രധാനമായിട്ട് ഫൗണ്ട് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ ഭീംബേട്കയിൽ നിന്ന് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഭീംബേട്ക എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. പിന്നെ നമ്മൾ UPയുടെ ഉത്തർപ്രദേശിൻ്റെ നമ്മുടെ സൗത്ത് പാർട്ടിൽ നിന്നും പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രീനഗറിലെ ബുഡ്സാ ഹോം എന്ന സ്ഥലത്ത് നിന്ന് പെയിന്റിങ്സ്, ഹണ്ടിങ്ങിൻ്റെ പെയിന്റിങ്സും കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പെയിന്റിങ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പെയിന്റിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ നമ്മളത് പഠിക്കും. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കേവ്സിനെ പറ്റിയാണ്. അപ്പോൾ പെയിന്റിങ്സിനെ പറ്റി കുറച്ച് മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലോട്ട് പോകും. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അർബനൈസ്ഡ് പീപ്പിൾ ആയിരുന്നു. ഓക്കെ, അവർ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള പീപ്പിളായിരുന്നു. അവർക്ക് ഇവിടെ പെയിന്റിങ്സ് അവിടെ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല, റോക്ക് ഷെൽട്ടേഴ്സിൽ താമസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഗ്രിഡ് ടൗൺ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രിഡ് പാറ്റേണൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഗ്രിഡ് പാറ്റേണിംഗ് ലൈക്ക് അതായത് റോഡ്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ക്രോസ് ചെയ്യുന്നത്, അവിടെ കെട്ടിടങ്ങളും കാര്യങ്ങൾ, ഗ്രിഡ് പാറ്റേൺ, അതാണ് സിറ്റാഡൽ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഇപ്പോൾ വേണ്ട. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ പീപ്പിൾ എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള പീപ്പിളായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കേവ് ആർക്കിടെക്ചറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്ക് അതിനെപ്പറ്റിയുള്ള തെളിവും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡിനെ പറ്റി നോക്കാം. വേദിക് ആൻഡ് ലേറ്റർ വേദിക് സമയത്ത്. അപ്പോൾ വേദിക് പീരീഡ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, ഏർലി, ലേറ്റർ. ഓക്കെ, വേദിക് പീരീഡ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡൊന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഏർലി വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര മുതൽ എത്ര വരെ എന്ന് വെച്ചാൽ ഒരു 1500 BC മുതൽ ഒരു 600 BC വരെ എന്ന് പറയുന്നത് ഏർലി വേദിക്കാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് പാസ്ചറൽ ലൈഫായിരുന്നു. ഈ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു പാസ്ചറൽ ലൈഫായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് ലേറ്റർ വേദിക്ക് വരുമ്പം എത്ര മുതൽ എത്ര വരെ ആയിരിക്കും, എത്ര മുതൽ എത്ര വരെ ആകാം, സോറി ഇത് വന്നിട്ട് 1500, സോറി എനിക്ക് മാറിപ്പോയി, 1500. ഇത് വന്നിട്ട് 1000 to 600. ഓക്കെ, ഇത് വന്നിട്ട് ഒരു 1000 to 600 BC വരെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ എന്താണ്, അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ് ആയി അവരെന്ത് സെറ്റിൽഡായി, അവർക്കൊരു സെറ്റിൽഡ് ലൈഫും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അഗ്രികൾച്ചർ അതിൻ്റെ ഫലമായിട്ട് എന്താ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ട്രേഡും കൊമേഴ്സൊക്കെ നടക്കും. അപ്പോൾ എവരിക്കും ഈ റോക്ക് ഷെൽട്ടറിൻ്റെ കാര്യങ്ങളുടേതും ആവശ്യമില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്നും വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡിൽ നിന്നും നമുക്ക് ഒരു തെളിവും ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. കേവ് ആർക്കിടെക്ചറിനെ പറ്റി നമുക്ക് വലിയ തെളിവാ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് മഹാജനപദ. മഹാജനപദനെ പറ്റിയാണ് പഠിക്കുന്നത്. മഹാജനപദ നമ്മൾ എന്താ പറയുക, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 600 BC മുതൽ 350 BC വരെയാണ് ഈ മഹാജനപദ എന്ന് പറയുന്നത്. ഈ മഹാജനപദ എന്ന് പറയുന്നത് ആരുടെ പീരീഡാണ്, നമ്മുടെ ബുദ്ധൻ്റെ. ഓക്കെ,
അതേ കണക്ക് കഴിഞ്ഞാൽ വർത്തമാന മഹാവീരൻ്റെ, അവരുടെയൊക്കെ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. ഓക്കെ, ഈ കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കേവ് ആർക്കിടെക്ചറിന്റെ എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കേവ് ആർക്കിടെക്ചറിന്റെ എവിഡൻസ് ഈ കാലഘട്ടത്തിലുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ബുദ്ധന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാവായിരുന്നു മൗര്യ രാജാവായിരുന്നു ഹരിക്ക രാജവംശം ആരെന്ന് വെച്ചാൽ അജാതശത്രുവായിരുന്നു. ഓക്കെ, ഇദ്ദേഹം എന്ന് പറയുന്നത് ഹരിങ്ക ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. ഇദ്ദേഹം എന്ന് പറയുന്നത് ബുദ്ധനെ ഫോളോ ചെയ്തിരുന്നു. ഇദ്ദേഹമാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത്. ഓക്കെ, ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത് ആരെന്ന് വെച്ചാൽ അജാതശത്രുവാണ്. നമ്മുടെ ഇതിനെ പറ്റിയൊക്കെ നമ്മുടെ സ്കൾപ്ചർ ഉണ്ടല്ലോ ബാർഹട്ടിൽ, മധ്യപ്രദേശിലെ സ്ഥലമുണ്ട് ബാർഹട്ട് എന്ന് പറയുന്ന സ്ഥലം. ഈ മധ്യപ്രദേശിൽ ബാർഹട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ബാർഹട്ടിൽ ഈ സ്കൾപ്ചറിൽ ഇതിനെ പറ്റിയൊക്കെ ഡെപ്പിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ചൈത്യ വിഹാര ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, ഈ ഇൻസ്ക്രിപ്ഷൻസ് സംഭവമുണ്ട്. ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ചൈത്യം വിഹാരമൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ആർക്കിയോളജിക്കൽ സോഴ്സ്, അതിനെപ്പറ്റിയുള്ള ഒരു ആർക്കിയോളജിക്കൽ സോഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി ഇതുവരെയായിട്ട് ആ ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ, ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത് അതെന്ന് വെച്ചാൽ അജാതശത്രുവാണ്. അത് പറയുന്നത് സപ്തപർണി കേവ്സിൽ വെച്ചാണ് നടത്തിയത്. സപ്തപർണി കേവ്സ് എന്ന് പറയുന്നത് രാജ്ഗീറിലാണ്. ഈ രാജ്ഗീറിലെന്നാണ് ഇത് പറയുന്നത്. അവിടെ വെച്ചാണ് ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയതെന്നാണ് പറയുന്നത്. അതായത് ബുദ്ധന്റെ ടീച്ചിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുക കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ വെച്ചാണ് വിനയ പീഠിക, സപ്തപീഠിക, അതൊക്കെ നമ്മൾ പഠിക്കുക. ആനന്ദൻ കൊണ്ടുവന്നത് അങ്ങനെ വിനയ പീഠിക, സപ്തപീഠിക, ബുദ്ധിസ്റ്റ് ടീച്ചിങ്, അതേക്കണക്കിന് ബുദ്ധന്റെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കും. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയുന്നത് അപ്പം ആ കാലഘട്ടത്തിലാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിലെ റോക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എവിഡൻസ് ഉണ്ട്. ഈ എങ്ങനെ ചൈത്യം വിഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ട് എന്നുള്ള ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയുള്ള നമുക്കൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ റോക്കറ്റ് കേവ്സ് ഉണ്ടെന്നുള്ള എവിഡൻസ് ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ആ കാലഘട്ടത്തിൽ. ഇനി അടുത്ത് നമ്മൾ മൗര്യൻ ഏജിലോട്ട് പോകാൻ പോയിരുന്നു. അപ്പൊ നമ്മൾ 2 കാര്യം പഠിച്ചു, 3: പ്രീ ഹിസ്റ്റോറി, ഇൻഡസ്. അടുത്ത കാര്യം നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ വേദിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് മഹാജനപദ. ആദ്യത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അവിടെ എന്താണ്? കേവ് ആർക്കിടെക്ചർ ഉണ്ട്. രണ്ടാമത്തെ കേവ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ആർക്കിടെക്ചർ അല്ല, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച ഇൻഡസ് വാലി. ഇൻഡസ് വാലിയിൽ ഇല്ല. അത് കഴിഞ്ഞ് എന്താണ്? വേദിക്കിൽ ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പഠിച്ചതെന്താണ്? അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മഹാജനപദയുടെ സമയത്ത്, ബുദ്ധിസം അതൊക്കെ ആ സമയത്ത് ഉണ്ട്. ഇവിടെ എന്താണ്? റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇവിടെ എന്തായിട്ടാണ് പറയുന്നത്? ഇവിടെ വരുമ്പോൾ എന്താണ്? ഷെൽട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെയാണ് ആർക്കിടെക്ചർ. ഇവിടെ നമുക്ക് എന്ത് അതിൻ്റെ ഇത് മാറി എന്തോ റിലീജിയസ് പർപ്പസിനായി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ മൗര്യൻ ഏജ്. മൗര്യൻ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് ചന്ദ്രഗുപ്ത, ബിന്ദുസാര, അശോക, പിന്നെ ലേറ്റർ മൗര്യൻ എടുക്കാം, പിന്നെ ഡിക്ലൈൻ ഓഫ് മൗര്യ. ഓക്കെ, ചന്ദ്രഗുപ്ത, ബിന്ദുസാര, അശോക, ലേറ്റർ മൗര്യ, ഡിക്ലൈൻ ഓഫ് മൗര്യ. ഇങ്ങനെ എടുക്കാം. ഞാൻ ഒരു കാര്യം പറയാം. അശോകന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് എംപയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദശരഥ, കുണാൽ, രണ്ടാൾക്കാർ. ഈ അശോകന്റെ പുത്രനാണ് കുണാൽ എന്ന് പറയുന്നത്. അശോകന്റെ ഗ്രാൻഡ് സൺ, അതായത് കുണാലിന്റെ പുത്രനാണ് ദശരഥ എന്ന് പറയുന്നത്. ഈ ദശരഥ എന്ന് പറയുന്നത് പഠിച്ചതെന്ന് വെച്ചാൽ പാടലിപുത്ര. ഓക്കെ, ഈ ദശരഥ എന്ന് പറയുന്ന പഠിച്ചിരുന്ന പാടലിപുത്രയിൽ കുണാല് ഭരിച്ചിരുന്നതെന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റിലായിരുന്നു. ഓക്കെ, ഇപ്പം അശോകന്റെ കാലത്ത് ദശരഥ, കുണാല്. ദശരഥ എന്ന് പറയുന്ന പാടലിപുത്രയിലും കുണാൽ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിലാണ് ഭരിച്ചിരുന്നത്.
അപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ അശോകനും ദശരഥനുമാണ് റോക്കറ്റ് കേവ്സിന് എന്താ പറയുക രക്ഷാധികാരികളായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അശോകന്റെ കേവ്സ് പ്രധാനമായിട്ടും ബരാബർ കേവ്സാണ്. ഓക്കെ, അശോകൻ്റെത് പ്രധാനമായിട്ട് ബരാബറിലാണ്. അപ്പം അശോകന്റെയും അതേക്കണക്കിന് ഇപ്പം ഞാൻ ദശരഥൻ പറഞ്ഞുണ്ട്, അവരെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അജീവിക ശക്തി അവരെ നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ട്. മക്കാല ഗോസ്വാമി അങ്ങനെ തോന്നുന്ന പേര്, ആ പുള്ളിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ അജീവിക ശക്തി അവരെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലോമാർഷി, സുദാമ കേവ്, അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ റോക്കറ്റ് കേവ്സ് ഉള്ളത്. അപ്പം ഈ ബരാബർ ഹിൽസ് എടുക്കുകയാണെങ്കിൽ ബരാബർ ഹിൽസിൽ പ്രധാനപ്പെട്ടും 4 കേവ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ കേവ്സ് ലോമാർഷി എടുക്കാം. ഓക്കെ, രണ്ടാമത്തത് സുദാമ, മൂന്നാമത്തെ കേവ് നമുക്ക് കരൻ ചോപ്പർ, നാലാമത്തെ കേവ് വന്നിട്ട് വിശ്വാസോപ്രി. ഈ 4 കേവ്സ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഈ ലോമ ഋഷി കേവും സുദാമ കേവുമാണ് നമുക്ക് റോക്കറ്റ് കേവ്സ് അശോകന്റെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ ദശരഥന്റെ കേസ് എടുക്കണമെങ്കിൽ അത് നാഗാർജുന ഹിൽസിലാണ് പുള്ളിയുടെ കേവ്സും കാര്യങ്ങളൊക്കെ പുള്ളി പാറ്റേണേജായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനെ പറ്റി പഠിക്കാം. ഈ അശോകൻ കേവ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ കേവ്സ് ഒക്കെ എന്ന് പറയുന്ന ഒരു 250 BC സമയത്തൊക്കെയാണ്, 250 BC സമയത്തൊക്കെയാണ് ഇത് കണ്ടെത്തിയത്. ഈ ബരാബർ ഹിൽസ് എന്ന് പറയുന്നത് ബീഹാറിലാണ്. ഓക്കെ, ബരാബർ ഹിൽസ് ബീഹാറിലാണ് ഈ ബരാബർ ഹിൽസ് എന്ന് പറയുന്നത്. ഈ ബീഹാറിൽ ഗയയുടെ അടുത്താണ് ഈ ലോമാ ഋഷി എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കും. ബീഹാറിലാണ് ഈ ബരാബർ കേവ്സ് എന്ന് പറയുന്നത്. എവിടെയെന്ന് വെച്ചാൽ ബീഹാറിലാണ്. ഈ ബരാബർ കേവ്സ് വന്നിട്ട് ബീഹാറിലാണ് ഇത് വരുന്നത്. അപ്പം ഈ അശോകന്റെ ഒരു കാലഘട്ടം ഒരു 273 മുതൽ 232 BC വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം. അതിന്റെ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് ദശരഥയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവര് കേവ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അജീവിക സെക്ടറിന്റെ ഇൻഫ്ലുവൻസ് ഇതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേ കണക്ക് തന്നെ ഇത് മാത്രമല്ല, ഹൺഡ്രഡ്സ് ഓഫ് ഫ്രോഗ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബുദ്ധിസ്റ്റിന് വേണ്ടിയിട്ടും ജെയിൻസിന് വേണ്ടിയിട്ടും ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസിന് വേണ്ടിയിട്ട് എല്ലാവരും ഹൺഡ്രഡ് ഓഫ് ഫ്രോഗ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ പോളിസി എന്ന് വെച്ചാൽ റിലീജിയൻസിനുള്ള അവരുടെ പോളിസി എന്ന് വെച്ചാൽ ടോളറൻസ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. റിലീജിയസ് ടോളറൻസ് പോളിസിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ വുഡ് ലിമിറ്റേറ്റിംഗ് ചേമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ കേസിൽ വുഡ് ലിമിറ്റേറ്റിംഗ് ചേമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ ചേമ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് പോളിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലാസ് മിറർ കണക്ക് അവർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്ലാസ് മിറർ കണക്ക് അവരത് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോമാ ഋഷി കേവ്സിനെ പറ്റി പഠിക്കാം. ലോമാ ഋഷി കേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലോമാ ഋഷി കേവ്സ് എന്ന് പറയുന്നത് ഈ ബരാബർ ഹിൽസിലുള്ള 4 റോക്കറ്റ് കേവ്സിലെ ഒന്നാണ് ഈ ലോമാ ഋഷി കേവ്സ് എന്ന് പറയുന്നത്. ഇത് ഗയയ്ക്ക് അടുത്തുള്ളതാണ്. ബീഹാറിലെ ഗയയ്ക്ക് അടുത്തുള്ള കേവാണ് ഈ ലോമാ ഋഷി കേവ് എന്ന് പറയുന്നത്. അതിന്റെ ഫേക്കേഡ്, അതായത് അതിന്റെ മുൻഭാഗം, അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഡെക്കറേറ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഒരു സെമി സർക്കുലർ ചൈത്യ ആർക്ക് വെച്ചാണ്. ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ചൈത്യ ആർക്ക് വെച്ചാണ് അവരവിടെ അതിൻ്റെ എൻട്രൻസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി? ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള ചൈത്യ ആർക്ക് വെച്ചാണ്. ഓക്കെ, ഇനി എലിഫന്റ് ഫിയേഴ്സ് എന്ന സാധനം, അതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ടൈമാണ്. അതായത് എലിഫന്റ് ഫിയേഴ്സ് എന്ന സാധനം ഇതെന്ന് പറയുന്നത് ഈ ചൈത്യ ആർക്കിന്റെ ഹൈ റിലീഫ് ഫീൽഡ്സ് എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് എലിഫന്റ് ഫിയേഴ്സ് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എലിഫന്റ് ഫിയേഴ്സ് ചൈത്യ ആർക്കിന്റെ ഹൈ റിലീഫിൽ അത് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ എലിഫന്റ് ഫിയേഴ്സ് ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളത് പടം നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഗൂഗിളിൽ ഇമേജ് ചെയ്തപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എലിഫന്റ് ഫിയേഴ്സ് അവിടെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി അടുത്ത് അതിൻ്റെ ഇൻറ്റീരിയർ ഹാൾ എടുത്താൽ, അതിൻ്റെ അകത്തുള്ള ഹാൾ എടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, ഒരു റെക്റ്റാങ്കുലർ ഹാളാണ്. പിന്നെ അതിനെന്ത് ഉണ്ടാവും, ഒരു സർക്കുലർ ചേംബർ അതിൻ്റെ ബാക്കിലായിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കുലർ ഹാളാണ്, അതിൻ്റെ പിറകിലായിട്ട് ഒരു സർക്കുലർ ചേംബർ, ഒരു റെക്റ്റാങ്കുലർ ഹാള്. നേരത്തെ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞത് ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചാണ് ലോമാ ഋഷിക്ക് ഒരു റെക്റ്റാങ്കുലർ വിത്ത് സർക്കുലർ ചേംബർ അറ്റ് ബാക്ക്, ഒരു റെക്റ്റാങ്കുലർ വിത്ത് സർക്കുലർ ചേംബർ അറ്റ് ബാക്ക്. ഇതാണ് ലോമാ ഋഷിക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ, ഈ ലോമാ ഋഷി കേവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ ഹാളിൻ്റെ വാളുണ്ടല്ലോ, ഈ വാളിൻ്റെ സൈഡ് വാളിലായിട്ടാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കേവ് എന്ന് വെച്ചാൽ പാട്രണൈസ് ചെയ്താണ് അശോകനാണ് ഈ കേവ് പാട്രണൈസ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു കേവായിരുന്നു, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു ആ കാലഘട്ടത്തിലുള്ളത്. പക്ഷേ അതിനുശേഷം ഒരുപാട് ബുദ്ധിസ്റ്റ് കേവ്സും അതേ കണക്കിന് ഈസ്റ്റേൺ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒരുപാട് ബുദ്ധിസ്റ്റ് കേവ്സ് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ലോമാ ഋഷി കേവ്സിനെ പറ്റിയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ, അപ്പം ലോമാ ഋഷി കേവ്സിൻ്റെ പാട്രണൈസ് ചെയ്താണ് അശോകനാണ് ഇതിനെ പാട്രണൈസ് ചെയ്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ ബരാബർ ഹിൽസിലാണ്. ഇത് എവിടെയെന്ന് വെച്ചാൽ കെയ്ക്ക് അടുത്തുള്ള കേവ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ഫേക്കഡ് അതിൻ്റെ എൻട്രൻസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സെമി സർക്കുലർ ചൈത്യ ആർക്ക് വെച്ചാണ് ഇത് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എലിഫൻറ്റ് ഫിയേഴ്സ് എന്ന് പറയുന്നത് ചൈത്യ ആർട്സിൻ്റെ ഹൈ റിലീഫിൽ അത് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇൻറ്റീരിയർ ഹാൽസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു റൂം ഫോളോഡ് ബൈ സർക്കുലർ ചേംബർ, അതിനെ ഫോളോ ചെയ്തിട്ട് സർക്കുലർ ചേംബർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ അതിൻ്റെ എൻട്രൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ വാളുണ്ടല്ലോ, ആ ഇൻറ്റീരിയർ ഹാളിൻ്റെ വാളുണ്ടല്ലോ, ആ വാളിലായിരുന്നു അതിൻ്റെ എൻട്രൻസ്. ആ പിക്ചർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതെന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ആ കാലഘട്ടത്തിൽ ആ പീരീഡിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളായിരുന്നു ഇതെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഒരുപാട് ബുദ്ധിസ്റ്റ് കേവ് ഈ ഈസ്റ്റേണിലും വെസ്റ്റേൺ ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് രണ്ടാമത്തെ കേവ് എന്ന് പറയുന്നത് സുദാമ കേവാണ്. അതും നേരത്തെ കണക്കാണ്. ഒരു സർക്കുലർ വോൾട്ടഡ് ചേംബർ ഉണ്ട്, പിന്നെ അതിനൊരു റെക്റ്റാങ്കുലർ മണ്ഡപമുണ്ട്. ഓക്കെ, ഒരു സർക്കുലർ വോൾട്ടഡ് ചേംബറും ഉണ്ട്, അതിനൊരു റെക്റ്റാങ്കുലർ മണ്ഡപമുണ്ട്. അതാണ് സുദാമ കേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു ഓഗി ഷേപ്ഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. ഓഗി ഷേപ്ഡ് എന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ്. ഇത് ഓഗി ഷേപ്ഡ് എൻട്രൻസ് ആണ്, ചൈത്യ എൻട്രൻസ് ആണ്, അതിന്റെ ചൈത്യ ആർക്കാണ്, ഓഗി ഷേപ്ഡ് ആയിട്ടുള്ള ചൈത്യ ആർക്കാണ്. ഈ ഓഗി ഷേപ്ഡ് നമ്മൾ പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇത് നമ്മൾ വേറൊരു പേര് പറയുന്നതെന്ന് വെച്ചാൽ ചന്ദ്രശാല എന്നും പറയും. ഓക്കെ, ചന്ദ്രശാല ഓഗി ഷേപ്പ് അല്ലെങ്കിൽ ചന്ദ്രശാല എൻട്രൻസ് എന്നാണ് പറയുന്നത്. ഇതിൽ നേരത്തെ കണക്കിന് എലിഫന്റ് ഫിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോമാ ഋഷി കേവ്സും സുദാമ കേവ്സും തമ്മിലുള്ള കാര്യങ്ങൾ. ഇനിയായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നാഗാർജുന കേവ്സ്. നേരത്തെ പറഞ്ഞു റോക്കറ്റ് കേവ്സ്, അതായത് ഈ പീരീഡിലുള്ളത് അശോകൻ്റെ പീരീഡിലുള്ള മൗര്യ പീരീഡിലുള്ള റോക്കറ്റ് കേവ്സിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അശോകൻ്റെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആരുടെ കാലഘട്ടത്തിലാണ്, അശോകൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദശരഥൻ്റെ കാലഘട്ടത്തിലുള്ള റോക്കറ്റ് കേവ്സിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് നാഗാർജുന കേവ്സ്. നാഗാർജുന കേവ്സ് എന്ന് പറയുന്നത് ദശരഥൻ്റെ കാലത്തിലാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ദശരഥൻ്റെ കാലഘട്ടത്തിലുള്ള കേവ്സാണ് നാഗാർജുന കേവ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ടൈപ്പ് കേവ്സ് ആണുള്ളത് ആ കാലഘട്ടത്തിൽ. അവിടെ പ്രധാനമായിട്ട് ഈ കേവ്സിൽ നാഗാർജുന കേവ്സിൽ പ്രധാനമായിട്ട് 3 കേവ്സാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഗോപി കേവ്സ്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിർസാമണ്ടി കേവ്സ്. പ്രധാനമായിട്ട് 3 കേവ്സാണ് ഏതൊക്കെയാണ്, ഗോപി കേവ്സ്, മിർസാമണ്ടി കേവ്സ്, പിന്നെ എന്താണ് വേദാതിക ഗുഹ. ഈ ഗുഹ എന്ന് പറയുന്നത് ഹിന്ദിയിൽ നമ്മൾ എന്തോ സാംസ്കൃതിക ഹിന്ദിയിലോ നമ്മൾ എന്താണ് ഗുഹ എന്ന് പറയുന്നതാണ് വേദാതിക ഗുഹ. പിന്നെ 3 ഇതാണ്. ഇതിലെന്ന് പറയുന്നത് ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്? ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അജീവിക സെക്ട് ഉണ്ടല്ലോ, അജീവിക സെക്റ്റിലുള്ള മങ്സിന് വേണ്ടിയിട്ടാണ് ദശരഥനാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലാർജസ്റ്റ് കേവ് ഏതെന്ന് വെച്ചാൽ ഗോപി കേവ്സ് ആണ് ഇതിലെ ലാർജസ്റ്റ് കേവ് എന്ന് പറയുന്നത്.
ഇതിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് കേവ് ഏതെന്ന് വെച്ചാൽ ഗോബി കേവ്സ് ആണ് ഇതിലെ ലാർജസ്റ്റ് കേവ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മളിനി അല്ല വേറൊരു പേര് എന്ന് പറയുന്നത് വെച്ചാൽ മിൽക്ക് മെയ്ഡ്സ് കേവ്സ് എന്നും ഇത് അറിയപ്പെടുന്നു. ഇതിനെ നമ്മൾ മിൽക്ക് മെയ്ഡ് കേവ്സ് എന്നും ഈ ഗോബി കേവ്സിനെ നമ്മൾ എന്താ പറയുക മിൽക്ക് മെയ്ഡ് കേവ്സ് എന്നും ഈ ഗോബി കേവ്സിനെ നമ്മൾ പറയാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാർജസ്റ്റ് കേവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പോസ്റ്റ് മോർട്ടം ഇന്ത്യയെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ ഇന്ന് ഇത്രയും നിർത്താം, പയ്യെ ബാക്കി പഠിക്കാം.